ജീവിതത്തിന്റെ അവസാനം അടക്കം സമ്പാദിക്കാനും നമുക്ക് കഴിയണം. ദുരന്തങ്ങളാകരുത്, ഈമാൻ നഷ്ടപ്പെടുത്തിയ പ്രതികരണങ്ങളാകരുത് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈമാനോടെ പിരിഞ്ഞുപോയ സന്തോഷ വാർത്തയാകണം ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈമാനോടെ പിരിഞ്ഞു പോകുന്നവന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിങ്ങൾ 3 ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവൻ നല്ല രൂപത്തിലാണ് മടങ്ങിപ്പോയിരിക്കുന്നത്, ഈമാനോടെയാണ് പിരിഞ്ഞു പോയിരിക്കുന്നത്. അത് കണ്ടിട്ട് അനുഭവിച്ചിട്ട് സ്വഹാബത്തൊക്കെ പിൽക്കാലത്തുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്തില്ലേ. ബഹുമാനപ്പെട്ട ബുറൈദ റളിയല്ലാഹു അൻഹു അതേ സ്വന്തം കൂട്ടുകാരൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അവസാന നേരമാണ്, കൂട്ടുകാരന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ മഹാനവർകൾ പെട്ടെന്ന് തക്ബീർ ചൊല്ലി. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് തക്ബീർ ഇല്ല, സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കൂല ഇതെന്താ പരിപാടി. തക്ബീർ ചൊല്ലി സന്തോഷത്തോടെ. അപ്പൊ ചോദിച്ചു, എന്താണ്? ഞാനിവിടെ ഒരു സന്തോഷം കാണുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഒരു സന്തോഷം എന്റെ കൂട്ടുകാരന്റെ ശരീരത്തിൽ ഞാൻ കണ്ടു. എന്താ നിങ്ങൾ കണ്ടത്? അൽ മുഅ്മിനു യമൂതു ബി അർഫിൽ ജബീൻ. മുഅ്മിനായ മനുഷ്യൻ അവൻ മടങ്ങാൻ ഒരുങ്ങുമ്പോ, ആ മടക്കത്തിലേക്ക് അവൻ പ്രവേശിച്ച് യാത്ര ആരംഭിച്ചവന്റെ ആത്മാവ് പിരിയുമ്പോ അവന്റെ നെറ്റിത്തടം വിയർക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനിവിടെ ഇതാ കാണുന്നു. നെറ്റിയും മുഖവും വിയർത്തത് കണ്ടില്ലേ? എന്റെ സഹോദരന്റെ വേർപാടിൽ എനിക്ക് സന്തോഷമാണ്, ദുഃഖമില്ല. കാരണം പിരിഞ്ഞു പോകുന്നത്, മടങ്ങി പോകുന്നത് നല്ല പ്രതീക്ഷയുള്ള രൂപത്തിലാണ്. 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. അതിലൊന്ന് നെറ്റിത്തടം വിയർക്കൽ തന്നെയാണ്. മറ്റൊന്ന് മൂക്കിന്റെ ദ്വാരങ്ങൾ വികസിച്ച് 2 കവിളുകളും വികസിച്ച രൂപം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, 95 പ്രായത്തിൽ ഇങ്ങനെ കവിള് പൊട്ടിയിട്ടുണ്ട്, മൂക്ക് ചപ്പിയിട്ടുണ്ടെങ്കിലും മരിക്കാൻ കിടന്ന നേരത്ത് ഒരു 25-20 പ്രൗഢിയോടെ മൂക്കിന്റെ ദ്വാരങ്ങളൊക്കെ വികസിച്ച് ചുക്കിച്ചുളിഞ്ഞിരുന്ന കവിളൊക്കെ അതാ വികസിച്ച് വരുന്നു. വല്ലാത്ത സന്തോഷം കാണുന്നു. ആ രൂപഭാവങ്ങൾ കണ്ടാൽ ആ മടക്കം സന്തോഷത്തോടെയാണ്. കെലിമ ചൊല്ലി പിരിയാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈമാനിന്റെ തരി ശേഷിക്കുന്നുവെങ്കിൽ കെലിമ ചൊല്ലാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, നീട്ടി പറയേണ്ടതുണ്ടൊരു വിഷയം. ഈമാൻ നഷ്ടപ്പെടുന്ന സർവ്വരംഗങ്ങളിൽ നിന്നും നമ്മൾ രാജിയാകണം. അങ്ങനെ രാജിയായെങ്കിലേ അന്ത്യനേരത്ത് നമുക്കൊന്ന് കെലിമ ചൊല്ലാൻ പറ്റൂ. ചെറിയ ഒരു തരിയെങ്കിലും അവിടെ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ സഹായങ്ങളൊക്കെ. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഒരുപാട് ഹദീസുകൾ ഉസ്താദുമാർക്ക് ശിഷ്യന്മാർക്ക് കൈമാറി കൊടുത്ത വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു. എപ്പോഴും കാണാൻ ഹദീസിൽ നബി ഖിലാബത്താണ് ഇങ്ങനെ വരുന്നത്. ഈ അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരപുത്രൻ നാട്ടിൽ സാധാരണ ഇല്ലാത്ത ഒരു വലിയ രോഗം ബാധിച്ചിങ്ങനെ കിടപ്പിലാണ്. വൈകുന്നേരം അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ആളുകൾ ചോദിക്കും, എങ്ങനെയുണ്ട് സഹോദരന്റെ ജ്യേഷ്ഠന്റെ മോന്റെ അവസ്ഥ എന്താ? മഹാനവറുകൾ പറയുന്നത്, അല്ലാഹു തആലയിലേക്ക് വിടല്ലാതെ ഒരു രക്ഷയും, എല്ലാവിധ ചികിത്സയും നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇനി പ്രതീക്ഷയില്ല. അല്ലാഹു തആല തീരുമാനിക്കട്ടെ, അല്ലാഹു തആല ഖൈർ നൽകും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഇട്ടിരിക്കുക. വിശ്രമത്തിലാണ്, വീട്ടിലുണ്ട്, എല്ലാവരും പരിസരത്തുണ്ട്, നോക്കാനൊക്കെ ആളുണ്ട്. ആ അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാത്രി അദ്ദേഹം മരണപ്പെട്ട രാത്രിയാണ് ആ രാത്രി വന്നത്. ഞാൻ ആ സഹോദരപുത്രൻ കിടക്കുന്ന റൂമിന്റെ ഒരു ഭാഗത്ത്, ആ റൂമിൽ തന്നെ ഞാനിങ്ങനെ കിടക്കുമ്പോ ഞാൻ കാണുന്നു, വീടിന്റെ മേൽക്കൂരയിലൂടെ 2 വെളിച്ചം, 2 പ്രകാശം താഴോട്ട് വരുന്നു. എനിക്കവരോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരാള് മറ്റേയാളോട് പറയുന്നു,
ഈ കിടക്കുന്നതൊരു മുസ്ലിമായ മനുഷ്യനാണ്, തൊട്ടടുത്ത നേരം പിരിയാനുള്ളവനാണ്. എവിടെയെങ്കിലും ഈമാനിന്റെ ചെറിയ കണികകൾ ബാക്കിയുണ്ടോ എന്ന് നീ ഒന്ന് പോയി പരിശോധിക്കണം. ആ മലക്കിന്റെ രൂപമാണ്, ഭാവമാണെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. സംസാരം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അബൂ ഖിലാബ തങ്ങൾ പറയുന്നു, ഞാനൊന്നും പ്രതികരിച്ചില്ല. കൂട്ടത്തിൽ ഒരാൾ പോയിട്ട് നോക്കുന്നു, തലഭാഗത്ത് നോക്കുന്നു, ഈമാനിന്റെ വല്ല കണികകളും ഉണ്ടോ. പിന്നേതാ പള്ളയുടെ ഭാഗത്ത് നോക്കുന്നു, ഈമാനിന്റെ വല്ല കണികയും ഉണ്ടോ. ഓരോ അവയവങ്ങളിലും പരിശോധന നടത്തുന്നു, ഒന്നും ഇല്ല എന്ന മട്ടിൽ തിരിച്ചു വരുന്നു. ഒരാൾ ബോധം കെട്ടാൽ അയാളെ മൂക്കില്, അയാളെ തൊള്ളയില് നമ്മൾ തൊള്ള വെച്ചുകൊണ്ട് ഊതിക്കൊടുക്കും, ശ്വാസം തിരിച്ചു വന്നോട്ടെ നെറ്റി. ഇതേ അർത്ഥത്തിൽ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധന നടത്തി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, കാണുന്നില്ലെങ്കിൽ പറ്റൂലല്ലോ, കാരണം ഇതാരാ? ഇത് മുസ്ലിമും മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട ഒരു മുസ്ലിമല്ലേ, ഈമാനിന്റെ ചെറിയ ഒരു കണികെങ്കിലും ബാക്കിയില്ലാതിരിക്കൂലല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു മറ്റേ ആൾ പോയി നോക്കി. മറ്റാൾ എല്ലാ ഭാഗം പരിശോധിച്ചു. കാലിന് ചില അടയാളങ്ങൾ ഉണ്ടല്ലോ, നന്മ ചെയ്ത അടയാളമുണ്ട്, കയ്യിനും ഉണ്ട്, ഓരോ അവയവങ്ങൾക്കും ഉണ്ട്. ആ അടയാളങ്ങൾ വല്ലതും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അവർ സഹായിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും പരിശോധിച്ചിട്ട് ഒന്നുമില്ലാന്ന് കണ്ടപ്പോ അവസാനം അതാ നാവിങ്ങനെ നീട്ടി പുറത്തേക്ക് വരുന്നു. നാവ് നീളുന്നതാ കാണുന്നത്. രണ്ടാമത്തെ പരിശോധകൻ കാണുന്നത് നാവ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ നാവൊന്നിങ്ങനെ ചലിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ പറഞ്ഞുപോയി, അല്ലാഹു അക്ബർ. ഒരൊറ്റ ശബ്ദം പുറപ്പെട്ടപ്പോൾ അബൂ ഖിലാബ തങ്ങൾ പറയുകയാണ്, എത്ര വലിയ ശബ്ദത്തിലാണെന്നറിയോ എന്റെ സഹോദരന്റെ മകനത് ചൊല്ലിയത്. പിറ്റേന്ന് രാവിലെ ആ ശബ്ദം കേട്ടത് ആ നാട്ടിലെ ഗ്രാമത്തിലെ പലരും പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലെ ഒരാൾ മാത്രമല്ല, പരിസരത്തുള്ള 4-5 വീടുകൾ മാത്രമല്ല, ആ ഗ്രാമത്തിന്റെ ഊടുവഴികളിലൂടെ നടന്നു പോയാൽ എത്തിപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് പലരും വന്നിട്ട് പറയുന്നു, ഞാനും കേട്ടു, ഞാനും കേട്ടു. അപ്പൊ നിങ്ങൾ നോക്കി, ഒരു ചെറിയ നന്മ ബാക്കിയുണ്ട്. ആ നന്മയിൽ കൂടുതൽ അങ്ങോട്ട് വെളിച്ചം നൽകിയപ്പോൾ അതാ ചൊല്ലിപ്പോയി, അല്ലാഹു അക്ബർ, അല്ലാഹ് അല്ലാഹ് എന്നൊന്ന് ചൊല്ലാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാൽ അത് മഹാഭാഗ്യമല്ലേ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ കടക്കും എന്ന് ഉറപ്പാണ്. സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കും എന്നുറപ്പാണ്. അല്ലെങ്കിൽ മഹാരഥന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടി എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഇരിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ എത്ര പവർ വേണം. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ 2 ആളുകൾ പിന്നീട് അവർ മലക്കുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ നെട്ടി ഉണർന്നു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. ശരിക്ക് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ എനിക്കൊരു തടസ്സം തോന്നുന്നുണ്ട്, പേടി കൊണ്ട്. രണ്ടുപേരും സംസാരിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങിയപ്പോ രണ്ടുപേരും പിരിഞ്ഞുപോയി, സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. ആ തക്ബീർ ധ്വനി കേട്ടിട്ട് പിറ്റത്തെ ദിവസം അതുവരെ ആ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനക്കൂട്ടം ജനാസ നിസ്കാരത്തിന് ഹാജരായി. കലിമ ചൊല്ലാനുള്ള ഭാഗ്യം ചെറുതല്ല. അല്ലാഹു നമുക്ക്